Plus India's first animated live tuition. Hello, Amin. ഇനീഗ അനന്തു എവിടെയാ എല്ലാരും? പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായി? യെസ് ഇനീഗ. നല്ലതായിരുന്നോ? കെമിസ്ട്രി നല്ലതായിരുന്നോ? പിന്നെ കുറച്ച് ടഫ് ഉണ്ടായിരുന്നു. ഒരു ഇച്ചിരി ഞാൻ അതായത് ടഫ് അല്ല, എല്ലാം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്ന് ട്വിസ്റ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വന്നതാണ്. കുഴപ്പമില്ല, നമുക്ക് നോക്കാം എന്താവും എന്ന് നോക്കാം. പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പേടിക്കൊന്നും വേണ്ട. ഹായ് അമീൻ, മറന്നുപോയെന്നെ? ഇല്ല, ഓർമ്മയുണ്ട്. ചേട്ടത്തി എന്തോ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ കണ്ടു കഴിക്കുന്നു. അനന്തു ആയോ? അനന്തും കൂടെ വന്ന ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അനന്തുവിന് എക്സാം എങ്ങനെ ഉണ്ടായി? ഓ, പോലീസിന്റെ ഡ്രസ്സിൽ എന്നെ പേടിപ്പിക്കായിരിക്കണോ നീ? അയ്യോ, താങ്ക് യു. അത് പറ്റില്ല, നമ്മൾ തുടങ്ങണേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എക്സാമിന്റെ ടൈമില് നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ? നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് ഒക്കെ ഉണ്ടെന്ന് കേട്ടു ഇതിനകത്ത്. അപ്പൊ ഒന്നും കൂടെ ലൈറ്റ് ആയിട്ട് ഒന്നും കൂടി ഇതിനെപ്പറ്റി ഒരു ഐഡിയ പറഞ്ഞുതരാം. ഓക്കെ, ഫുള്ള് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ചാപ്റ്ററിന്റെ ഒരു മെയിൻ ഐഡിയ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഏതൊരു കണ്ടീഷനിലാണെങ്കിലും നമ്മുടെ ടെൻഡൻസി, നമ്മുടെ എല്ലാ ഏതൊരു ആറ്റത്തിന്റെയും ടെൻഡൻസി എന്താ? സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അതായത് വെറുതെ ഒന്ന് സ്റ്റേബിൾ ആയിട്ടിരിക്കണം. ഇപ്പൊ നമുക്കാണെങ്കിൽ അങ്ങനെയല്ല, അല്ലാണ്ട് എപ്പോഴും ഓടി നടന്ന് പണിയെടുക്കാൻ താല്പര്യമുണ്ടോ? 5 ദിവസം പണിയെടുത്താൽ 2 ദിവസം റെസ്റ്റ് എടുക്കണം എന്നൊരു ചിന്ത നമുക്കില്ലേ? അതുപോലെ തന്നെ ആറ്റത്തിന്റെ കേസിലും അവർക്ക് സ്റ്റേബിൾ ആവാനാണ് അവരുടെ ടെൻഡൻസി. അനന്ത് ശ്രദ്ധിക്കണില്ലേ? വർത്താനം പറഞ്ഞിരിക്കവിടെ ചെറുക്ക എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പൊ ആറ്റംസ് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? മോളിക്യൂൾസ് ആയിട്ട് മാറും. ആറ്റംസ് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് മോളിക്യൂൾസ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇതിനകത്ത് കോമൺ ആയിട്ട് എന്താ ഉള്ളത്? എല്ലാത്തിന്റെ ലാസ്റ്റ് ഷെല്ലൊന്ന് നോക്കിയേ, കണ്ടാ? 8 ഇലക്ട്രോൺസ്. അതായത് 8 എന്ന് പറയുന്നതിനകത്ത് എന്തോ ഒരു സ്റ്റെബിലിറ്റി ഫാക്ടർ ഉണ്ട്. അതാണ് നമ്മൾ ഒക്ടറ്റ് എന്ന് പറയുന്നത്. ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഒക്ടറ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 8 ഇലക്ട്രോൺസ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒക്ടറ്റ് ആയിട്ടുള്ള 8 ഇലക്ട്രോൺസ് വരും. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? അങ്ങനെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അവരെ നമ്മൾ എന്തെന്നാ പറയാറ്? ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്. അപ്പൊ അവര് ഇനേർട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാ? അവർ ഓൾറെഡി സ്റ്റേബിളാ. അപ്പൊ അവർക്ക് ഇനി വീണ്ടും പണിയെടുക്കാൻ താല്പര്യമൊന്നുമില്ല, അവർ നല്ല സ്റ്റേബിൾ ആണ് അല്ലെ? അതുകൊണ്ട് അവരങ്ങനെ ഇനേർട്ട് ആയിട്ട് ഇരിക്കും. അവര് റിയാക്ഷൻസിലൊന്നും പങ്കെടുക്കില്ല. അപ്പൊ അതും നമ്മൾ പറഞ്ഞു കഴിയും. പക്ഷേ ഹീലിയത്തിന്റെ കേസില് ഔട്ടർ ഷെല്ലില് 8 ഇലക്ട്രോൺസ് ആണുള്ളത്. ഹീലിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് മൊത്തത്തില്? 2 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ ഷെല്ലുള്ളൂ. ആകെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലെ? ഓക്കെ, HE എന്ന് പറഞ്ഞ 2 ഇലക്ട്രോൺസാ വരുന്നത്. അപ്പൊ അതിന്റെ ഷെല്ലിൽ എങ്ങനെയാ വരുന്നത്? നടുക്ക് 2p, അതായത് നമ്മൾ കാണിച്ചൊക്കെ 2 പ്രോട്ടോൺ ഉണ്ട്, 2 ന്യൂട്രോൺ ഉണ്ട്. ഇങ്ങനെയാണ് റെപ്രസെന്റേഷൻ. ന്യൂക്ലിയസിന്റെ ചുറ്റും ഫസ്റ്റ് ഷെല്ലില് ആകെ 2 ഇലക്ട്രോൺ. അപ്പൊ ഇതിനകത്ത് സ്റ്റേബിൾ കോൺഫിഗറേഷന് നമ്മള് ഒക്ടറ്റ് എന്നല്ല പറയാ, എന്തെന്നാ പറയാ? ഡബ്ലെറ്റ്. ഡബ്ലെറ്റ് എന്നാ പറയാ. അപ്പൊ അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് സ്റ്റെബിലിറ്റി കോൺഫിഗറേഷൻ ഏതാടാ? ഡബ്ലെറ്റ് കോൺഫിഗറേഷൻ ആണ്. പിന്നെ നോക്കിക്കോ, നമ്മൾ ഈ കേസ് വന്നു അല്ലെ? ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്നറിയോ? ബോണ്ടിങ്ങിനകത്ത് 2 ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഹായ് അഭിനവ്, എന്താ ക്യാമറ ഓൺ ചെയ്യാത്തെ? അമീനും ഓഫ് ചെയ്തിട്ട് പോയി. 2 ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഉണ്ട്. അയണിക് ബോണ്ടിങ് ഉണ്ട്, കോവാലന്റ് ബോണ്ട് ഉണ്ട്. അയണിക് ബോണ്ട് നമ്മൾ അത്യാവശ്യം പറഞ്ഞു തീർത്തതാ, എന്നാലും നിങ്ങൾക്ക് ഒന്ന് ഓർമ്മപ്പെടുത്തി എടുത്തു തരാം. ഞാൻ വീണ്ടും പറഞ്ഞുതരാം. അയണിക് ബോണ്ട് ആണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. അപ്പൊ അയോൺസ് തമ്മിൽ ഉണ്ടാവുന്ന എന്തോ ഒരു ബോണ്ടാണ് അല്ലെ? അപ്പൊ നോക്കിയേ, ഈ സോഡിയത്തിന് നോക്കിയേ, സോഡിയം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു, ക്ലോറിൻ കുറച്ച് സാഡ് ആയിട്ടിരിക്കുന്നു അല്ലെ? അപ്പൊ നോക്കിയേ, നമ്മൾ അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് നോക്കി. അപ്പോ സോഡിയത്തിന്റെ കേസിൽ എന്താ ഉണ്ടായേ നോക്കിയേ? ഈ ഷെല്ലില് 2 എണ്ണം, ഈ ഷെല്ലില് 8 എണ്ണം, ഈ ഷെല്ലിൽ ഇതേ ഒരെണ്ണം ഒറ്റയ്ക്ക് ഇരിക്കുക, ഒരെണ്ണം പുറത്ത് ഒറ്റയ്ക്ക് ഇരിക്കുക. അവരുടെ കോൺഫിഗറേഷൻ എന്താ? 2, 8, 1. ഇവിടെ നോക്കിയേ, ഈ ഷെല്ലില് 2 ഉണ്ട്, പിന്നെ എത്രയാ വരുന്നത്? 8 ഉണ്ട്, പിന്നെ എത്രയാ വരുന്നത് നോക്കിയേ? 1, 2, 3, 4, 5, 6, 7 ഉണ്ട്.
അപ്പൊ അവന് 7 ഉള്ളൂ, അവന് ഒരെണ്ണം വേണം ഫിൽ ആവാൻ. അവൻ സ്റ്റേബിൾ അല്ല, ഇവനും സ്റ്റേബിൾ അല്ല, രണ്ടുപേരും സ്റ്റേബിൾ അല്ല. പക്ഷെ ഇവന്റെ ഒരു ഇലക്ട്രോൺ കൂടി ഇങ്ങനെ ഓവർ ആയിട്ടിരിക്കുക, അവന് കുറച്ച് ഇങ്ങനെ ഓവർ ആയിട്ടിരിക്കുക, കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അത് വെച്ചിട്ട്. ഇവനാണെങ്കിൽ ഒരെണ്ണം കിട്ടാണ്ട് വിഷമിച്ചു ഇരിക്കുക. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ നോക്കിയേ, ഇതൊരു ആനിമേഷൻ ആയിരുന്നു, അത് പ്ലേ ആവില്ല, ഇല്ല പ്ലേ ആവുന്നില്ല. എനിവേ അപ്പൊ ഇതിനകത്ത് എന്തുണ്ടായെന്നറിയോ? നോക്കിയേ, ഈ പറയുന്ന ഇവിടത്തെ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നമ്മുടെ സോഡിയം ഇങ്ങോട്ട് അങ്ങ് കൊടുത്തു, നമ്മുടെ പാവപ്പെട്ട ക്ലോറിന് കൊടുത്തു. ക്ലോറിന് വേണോന്ന് പറഞ്ഞിരിക്കുന്നു. ഇല്ലല്ലോ, കാണിക്കുന്നില്ല, കുഴപ്പമില്ല, ചിലപ്പോൾ സപ്പോർട്ട് ആയിട്ട് എന്തായാലും ഷെയർ ചെയ്തപ്പോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നമ്മൾ ഇത് ഇങ്ങോട്ട് കൊടുത്തു. ഇതൊരു വട്ടം ഞാൻ അവരെ കാണിച്ചു കൊടുത്തതാണ്, കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ആവശ്യമുള്ള ക്ലോറിൻ ആ ഒരെണ്ണത്തിനെ മേടിച്ചു. അപ്പൊ ഇവിടെ എന്തുണ്ടായി? ഒരു ഇലക്ട്രോൺ പോയി. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഏതാ ചാർജ്? മൈനസ് ചാർജ് ആണ് അല്ലെ? അപ്പൊ ഒരു മൈനസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാ ചെയ്തത്. അപ്പൊ ഇവനൊരു പോസിറ്റീവ് ചാർജ് കിട്ടി. ഓക്കെ, ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ ഓൾറെഡി ഇങ്ങനെ ക്ലോറിൻ നമ്മുടെ ക്ലോറിൻ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ ക്ലോറിനിലേക്ക് നമ്മൾ ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണെ കൊടുത്തു. അപ്പൊ ഇവനൊരു ഇലക്ട്രോണിനെ മേടിച്ചു. അപ്പൊ അവന് എന്ത് കിട്ടി? ഒരു മൈനസ് ചാർജ് കിട്ടി. ഇങ്ങനെയാണ് അവിടെ ബോണ്ടിങ് ഉണ്ടായത്. അതായത് ഒരു ഇലക്ട്രോണിനെ കൊടുത്തു, നമ്മൾ ഷെയർ ചെയ്യാണ്, ഫുള്ളി അങ്ങോട്ട് കൊടുക്കാണ്. ഓക്കെ, ഹീസ് ടേക്കിംഗ്. ഓക്കെ, ഒരാൾ കൊടുക്കുന്നു, ഒരാൾ വാങ്ങുന്നു, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ബോണ്ടിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മുടെ ഈ അയണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും രണ്ടും എന്ത് ടൈപ്പ് ഓഫ് ബോണ്ടാ? കെമിക്കൽ ബോണ്ടിങ്. അപ്പൊ എന്താ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്? നമ്മുടെ എന്തൊരു സബ്സ്റ്റൻസ് എടുത്താലും അതിനകത്ത് പാർട്ടിക്കിൾസിനെ ഒക്കെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു സ്ട്രോങ് ബോണ്ടിനെ, നമ്മൾ വിളിക്കുന്ന, ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതിനകത്തുള്ള രണ്ടെണ്ണാണ് അയണിക് ബോണ്ടിങ്ങും കോവാലന്റ് ബോണ്ടിങ്. ഓക്കെ, ഇനി നമ്മൾ നോക്കിയേ, നമ്മൾ എങ്ങനെ ഇത് ഷെയർ ചെയ്തു, ഇതിനകത്ത് എക്സ്ട്രാ ഉണ്ടായ ഒരാൾ ഇപ്പുറത്ത് കൊടുത്തു, എന്നിട്ട് എന്തുണ്ടായെന്ന് നോക്കിയേ. അപ്പൊ നമ്മുടെ സോഡിയം പ്ലസ് ആയി, Cl മൈനസ് ആയി, രണ്ടുപേരും സ്റ്റേബിൾ ആയിപ്പോ, രണ്ടുപേരും ഹാപ്പി ആയി. ഓക്കെ, ഓക്കെ അല്ലേ റഫാൻ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഹലോ റഫാൻ, ഈ ചാപ്റ്റർ നമ്മൾ ഒരു വട്ടം പറഞ്ഞതാ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയി പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയുന്നതാ. നമ്മൾ ഇനി കോവാലന്റ് ബോണ്ടിങ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ടോപ്പിക് ഇനി ആരെങ്കിലും ഒക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ചിലവർക്ക് ഇത് എക്സാമിന് ഉണ്ടായിട്ടില്ല, അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഇത് മറന്നു പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പറയണതാ. ഓക്കെ, നോക്കിക്കോ. അപ്പൊ ഇലക്ട്രോൺ ട്രാൻസ്ഫർ എങ്ങനെ നടന്നേന്നാട്ട പറയുന്നത്? ഇതിപ്പോ നമ്മൾ പറഞ്ഞ അതേ കാര്യമാണ്, അതൊരു റിയാക്ഷന്റെ ഫോമിൽ നമ്മൾ എഴുതാണ്. നമ്മുടെ സോഡിയം എങ്ങനെ ഇരുന്നത്? Na എന്ന് പറഞ്ഞിട്ട് ഇരുന്നത്. അതിനകത്തുനിന്ന് നമ്മൾ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുക. അപ്പൊ എന്തായി മാറി? Na++1 ഇലക്ട്രോൺ. ഓക്കെ, ക്ലോറിൻ വെറുതെ ഇരിക്കുകയായിരുന്നു. ആ ക്ലോറിനിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോണിനെ കൊടുത്തു. നമ്മുടെ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ എന്തുണ്ടാവും? Cl മൈനസ്. ഓക്കെ, ഇതാണ് റിയാക്ഷൻസ് വരുന്നത്. ഈ റിയാക്ഷൻസ് ചോദിക്കും. അപ്പോ ഈ റിയാക്ഷൻ കാറ്റിയോണിൽ ഉണ്ടാവുന്ന കാറ്റിയോൺ ഏതാടാ? പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസിനെയാണ് കാറ്റിയോൺ എന്ന് പറയാ. നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള അയോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ആനയോൺ. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പിന്നെന്താണ് ഇനി നിങ്ങൾക്ക് അറിയേണ്ട വേറൊരു കാര്യം? അയണൈസേഷൻ എനർജി എന്താന്നുള്ളത്. എന്തിനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയാ? അപ്പൊ അയണൈസേഷൻ എനർജി ആ പേരിൽ തന്നെയുണ്ട്, അയണൈസ്. അതായത് അയണൈസ് ആവാൻ വേണ്ട എനർജീനെയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയാം. അപ്പൊ നമ്മളൊരു ആറ്റം എടുത്തു, അതിനകത്ത് പല 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 ഷെല്ലിലല്ലേ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്ന ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ട എനർജി. ഓക്കെ, അപ്പൊ അത് നമ്മൾ കുറച്ചും കൂടെ ഭംഗിയിൽ സെറ്റപ്പ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയുന്ന അറിയോ? ഒരു ഗേഷ്യസ് ആറ്റം എടുക്കാം. ഒരു ഗ്യാസ് ആയിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ആറ്റം എടുത്താൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഞാൻ എത്രത്തോളം എനർജി കൊടുക്കണം? ഓക്കെ, ആ ഇലക്ട്രോണെ നമുക്ക് എടുത്ത് മാറ്റണം. അപ്പൊ അത് വെറുതെ എടുത്ത് മാറ്റാൻ പറ്റുമോ? അത് ആറ്റത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ, ന്യൂക്ലിയസ് പിടിച്ചു വെച്ചിരിക്കുന്നതല്ലേ, വെറുതെ എടുത്ത് കളയാൻ പറ്റില്ല. അപ്പൊ ഞാനൊരു എനർജി അങ്ങോട്ട് കൊടുക്കണം. ആ എനർജി വെച്ചിട്ട് വേണം എനിക്ക് അതിനെ വലിച്ചെടുക്കാനായിട്ട്. ഓക്കെ, ആ കൊടുക്കുന്ന എനർജീനെയാണ് അയണൈസേഷൻ എനർജി എന്ന് പറയാ. ഓക്കെ, അതാണ് അയണൈസേഷൻ എനർജി.
ഇനി ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താന്ന് നോക്കിക്കോ. നമ്മുടെ ഈ അയണൈസേഷന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഒരു ന്യൂട്രൽ ആയിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു ആറ്റം, അതിനെ നമ്മളൊരു നെഗറ്റീവ് അയോൺ ആക്കാൻ. അപ്പൊ ഇപ്പത്തെ എക്സാമ്പിളിൽ ഏതാടാ? ക്ലോറിൻ അല്ലെ. ക്ലോറിൻ ന്യൂട്രൽ ആയിട്ടിരുന്ന വെറുതെ ഒരു ആറ്റം ആയിരുന്നു. അതിനകത്തേക്ക് ഞാനൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ട് അതിനൊരു നെഗറ്റീവ് അയോൺ ആക്കി മാറ്റിയില്ലേ? നെഗറ്റീവ് അയോണിനെ നമ്മൾ എന്താ പറയാ? ആനയോൺ. ഓക്കെ, ആനയോൺ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ആനയോൺ ആക്കി മാറ്റുന്ന സമയത്ത് ഒരു എനർജി റിലീസ് ഉണ്ടാവും. ഓക്കെ, ആ റിലീസ് ആവുന്ന എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അപ്പൊ അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ അയോൺ ആക്കാൻ, അതായത് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തിട്ട് അയോൺ ആക്കാൻ. ഇതിന്റെ ഓപ്പോസിറ്റ്. നമ്മളൊരു ഇലക്ട്രോണിനെ മേടിച്ചിട്ട് ആ സമയത്ത് നമ്മൾ റിലീസ് ചെയ്യുന്ന എനർജീനെയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു കാറ്റയോൺ ഉണ്ട്, ആനയോൺ ഉണ്ട്. ആനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ്, കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആണ്. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു വെച്ചു അല്ലെ. അപ്പൊ ഈ രണ്ടാൾക്കാരും നമുക്കറിയാലേ, ഒരു പോസിറ്റീവ് സ്ഥാനവും നെഗറ്റീവ് സ്ഥാനവും അടുത്ത് വന്ന് എന്തുണ്ടാവും? അവർ ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ആവും. നമ്മുടെ മാഗ്നറ്റിന്റെ കേസിൽ സൗത്ത് പോളും നോർത്ത് പോളും വന്ന് അട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതില് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വരുമ്പോൾ അവര് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. നമുക്കറിയാലേ, അൺലൈക്ക് ആയിട്ടുള്ള സാധനങ്ങൾ അട്രാക്ട് ചെയ്യില്ലേ? അതന്നെ സംഭവം. അപ്പൊ അവര് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരും. അങ്ങനെ അട്രാക്ട് ആയിട്ട് അവരൊരു ബോണ്ട് ഫോം ചെയ്യും. ആ ബോണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയണിക് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. കുഴപ്പമൊന്നുമില്ലല്ലോ? ഇതുവരെ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? കുഴപ്പമില്ലല്ലോ? അതിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അനന്തു, റഫാൻ, നമുക്ക് ഒരു റഫാനും കൂടി ഉണ്ടല്ലോ, അവനോടെ പോയി. അഭിനവേ, പ്രശ്നമുണ്ടോ? അഭിനവ് ഇല്ല, നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല. അമീൻ, പ്രശ്നമുണ്ടോ? ഇതൊക്കെ ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇങ്ങനത്തെ ആ ഒരു അയണിക് ബോണ്ട് വെച്ച് നമ്മൾ കുറച്ച് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കുമ്പോൾ ആ കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് അയണിക് കോമ്പൗണ്ട്സ്. ഓക്കെ, അവര് തമ്മിലുള്ള ബോണ്ടിനെ അയണിക് ബോണ്ട് എന്ന് പറയും. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ നമ്മൾ എന്തെന്ന് പറയും? അയണിക് കോമ്പൗണ്ട്സ് പറയും. ഇത് ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് അയണിക് കോമ്പൗണ്ട്സ്. ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. അയണിക് കോമ്പൗണ്ട്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ പഠിക്കണം. നോക്കിക്കോ, അവര് സൊല്യൂബിൾ ആണ്. എന്തിനകത്ത്? ഒരു ഗ്ലിച്ച് ഉണ്ട്, ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ, they are soluble in polar solvents such as water. നമുക്കറിയാലേ, വെള്ളം പോളാർ അല്ലേ? അപ്പൊ വെള്ളം പോലെയുള്ള പോളാർ സോൾവെന്റ്സിനകത്ത് they are soluble. ഓക്കെ, ഞാൻ അപ്പോ NaCl എടുത്തു. NaCl അയണിക് കോമ്പൗണ്ട് എക്സാമ്പിൾ അല്ലേ, നമ്മളിപ്പോ പറഞ്ഞ കോമൺ എക്സാമ്പിൾ. NaCl എന്ന് പറഞ്ഞാൽ എന്താ? ഉപ്പ് അല്ലേ? നമ്മുടെ സോൾട്ട്, ടേബിൾ സോൾട്ട്. അതെടുത്ത് നിങ്ങൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അലിഞ്ഞു പോവില്ലേ? അലിഞ്ഞു പോവില്ലേ? ഇത് ആർക്കെങ്കിലും അറിയാത്തുണ്ടോ? അറിയാത്തുണ്ടോ ആർക്കേൽക്കും? ഉപ്പ് വെള്ളത്തിലിട്ട് അലിഞ്ഞു എന്ന് അറിയില്ല എല്ലാവർക്കും. അത്രേ ഉള്ളൂ. അപ്പോ അതേപോലെ സിമിലർ ആക്കി പഠിക്കുക. അയണിക് കോമ്പൗണ്ട്സിനെ നമ്മൾ വെള്ളം പോലത്തെ പോളാർ സോൾവെന്റ്സിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആയി പോവും. ദേ ആർ സൊല്യൂബിൾ. അടുത്ത നോക്കിക്കോ, ദേ ആർ നോൺ വോളറ്റൈൽ ആൻഡ് ഹാർഡ്. ഭയങ്കര ഹാർഡ് ആണ്. നമുക്കറിയാലേ, ഉപ്പിന്റെ കല്ലുപ്പൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഹാർഡ് അല്ലേ? Yes, they are hard. They exist as crystals in the solid state. അപ്പൊ solid state ല് they exist as crystals. ഇത് എഴുതി വെച്ചോ? മാർക്ക് ചെയ്ത് വെക്കോ, എഴുതി വെക്കോ, എന്തെങ്കിലും ചെയ്തു എന്റെ മക്കള്. അടുത്ത നോക്കിക്കോ, അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഹയർ ആണ്. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ഹയർ ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ്സും ബോയിലിംഗ് പോയിന്റ്സ് ആണ് അവർക്ക് ഉണ്ടാവുക. നമുക്കറിയാം, ഉപ്പ് നമ്മൾ വെറുതെ സോളിഡ് ആയിട്ടിരിക്കുന്നതിനകത്തേക്ക് നമ്മൾ കറണ്ട് പാസ് ചെയ്ത അവര് കറണ്ട് പാസ് ചെയ്യാറുണ്ടോ? കണ്ടക്ട് ചെയ്യാറുണ്ടോ ഇലക്ട്രിസിറ്റി? ഇല്ല. പക്ഷെ ഒന്ന് അലിഞ്ഞ ഉപ്പ് അല്ലെങ്കിൽ ഉപ്പ് വെള്ളമാണെങ്കിൽ നമ്മൾ ഒരു സർക്യൂട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അതിനകത്ത് കൂടെ കറണ്ട് പാസ് ചെയ്ത ഒരു സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പൊ അതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അയണിക് കോമ്പൗണ്ട്സ്, ഉപ്പിന്റെ കേസ് മാത്രമല്ല കേട്ടോ, അയണിക് കോമ്പൗണ്ട്സിന് വേറെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. KCl, അതുപോലെ NaCl, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് എന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അയണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഉപ്പ് മാത്രമല്ല. ഓക്കെ, ഹായ് തനുഷ്, ഹലോ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കോ? വെൽക്കം ടു 90+. എങ്ങനെയാണ് എക്സാം ഒക്കെ? എങ്ങനെ ഉണ്ടായി? ഇവിടെ ഭയങ്കര സന്തോഷമായി. പുതിയൊരാളെ കിട്ടിയ സന്തോഷത്തിലാണ് ഇവിടെ ബാക്കി എല്ലാവരും ഇരിക്കുന്നത്. ഇനിയൊക്കെ ഇങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. തനുഷ് ഒന്ന് പരിചയപ്പെടുത്തിക്കോ.
അറിയാൻ മിസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലോ വന്നിട്ടുണ്ടായിരുന്നു. ആണോ? ഞാനാണോ ആദ്യമായിട്ട് കാണണേ? അന്ന് തനുഷ് എനിക്ക് തനുഷിനൊന്ന് പരിചയപ്പെടുത്തി തരോ? എനിക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഏത് സ്കൂളിലാന്നൊക്കെ പറഞ്ഞാ മതി. വീട് എവിടെയാ, ഏതാ സ്കൂള് എന്നൊക്കെ പറഞ്ഞാ മതി. ഞാൻ ശ്രീ വിദ്യാധിരാജ വിദ്യാമന്ദിർ സ്കൂളിലാണ് ഞാൻ പഠിക്കണത്. ഞാൻ ട്രിവാൻഡ്രത്തിലാണ് താമസിക്കണത്. ആഹാ, ട്രിവാൻഡ്രത്തായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു ഒരു 6 months ബിഫോർ ട്രിവാൻഡ്രത്ത്, പാളയത്ത്. പിന്നെന്താണ്? എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ തനുഷ് പറയട്ടോ, നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് പോവാം. നമ്മളിപ്പോ 3rd chapter ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കണേ. 3rd chapterന്റെ ഇപ്പൊ അയണിക് ബോണ്ട് നമ്മളിപ്പോ ഏകദേശം പറഞ്ഞു കഴിയാറായി. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തനുഷ് മാമിന്റെ അടുത്ത് നിന്ന് ലിങ്ക് മേടിച്ച് കണ്ടോ, അല്ലെങ്കിൽ ഇന്നത്തെ ലിങ്ക് കണ്ടാലും മതി. ഓക്കെ, ഇന്നത്തെ ഇപ്പൊ ലേറ്റ് ആയിട്ടല്ലേ ജോയിൻ ചെയ്ത്, അതൊന്ന് കണ്ടാൽ മതി. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചാൽ മിസ് പറഞ്ഞുതരാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഇനി അടുത്തത് കോവാലന്റ് ബോണ്ട് ആണ് പറയാൻ പോകുന്നത്. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായി? ഓൺ എക്സാം ഒക്കെ ടെൻഷൻ ആവണ്ടടാ. ഞാൻ അങ്ങനെ ചീത്ത പറയണ മിസ് ഒന്നല്ല അല്ലേ നീക? ഞാൻ ചീത്ത പറയാറൊന്നുമില്ലല്ലോ. അത്രക്കും പാവല്ല, ദേഷ്യം പിടിപ്പിച്ച ഞാൻ ചീത്ത പറയും. ഓക്കെ തനുഷ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വർത്താനം പറഞ്ഞ് വരാം. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഡൗട്ട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഇന്നീക അടിപൊളിയായിട്ട് പഠിക്കും, ഇവരൊക്കെ പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പഠിച്ചത് എന്തായിരുന്നു? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം അല്ലെ? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ആരാ കണ്ടുപിടിച്ചത്? ലൂയിസ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചത്. നോക്കിക്കോ, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആ വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ക്ലോറിൻ എടുത്തോ, നിങ്ങൾക്ക് ഇത് വെറുതെ പറഞ്ഞ സാർ എന്തോ ഒരു ഗ്ലിച്ച് ഉണ്ടല്ലോ വൈബ്രേറ്റ്. Give me a minute, guys. Okay. Yes. Okay. പോയാ? Yes, പോയി. അല്ലേ വരുന്നുള്ളൂ. Yes, yes. Okay. യെസ്, കുഴപ്പമില്ല. അപ്പൊ ഗിൽബർട്ട് ലൂയിസ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചത്. നോക്കിക്കോ സർ, ഗിൽബർട്ട് ലൂയിസ് എന്താ ചെയ്തത്? നമ്മുടെ എലമെന്റ്സിന്റെ ഔട്ടർ ഷെല്ലിലുള്ള വാലൻസ് ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് കൊണ്ടുവന്നത്. അല്ല, അവൻ 2 ക്ലാസ് ആയിട്ടുണ്ട്. സൗണ്ട് ഗ്ലിച്ച് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അതിനുശേഷം നോക്കിക്കോ. അപ്പൊ നമ്മുടെ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോറിന്റെ എത്ര ഇലക്ട്രോൺസ് ഉണ്ടടാ? 2 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്. അതിനകത്ത് 7-ലല്ലേ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഈ 7-നെ നമ്മൾ പറയാ. അപ്പൊ ഈ 7-നെയാണ് നമ്മൾ ഡോട്ട് സ്ട്രക്ചറിൽ വരയ്ക്കുക. ഓക്കെ, അപ്പൊ എങ്ങനെയാന്ന് നോക്കിക്കോ. നമ്മുടെ ക്ലോറിൻ എടുത്തു, അതിന്റെ താഴെ നമ്മൾ അതിന്റെ ഇത് എഴുതി 2, 8, 7. എന്നിട്ട് ആ 7-നെ വരച്ചു കാണിക്കണം. 1, 2, 3, 4, 5, 6, 7. ഇതാണ് ഒരാള് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു എലിമെന്റിന്റെ നമ്മുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ചോദിച്ചാൽ വരയ്ക്കേണ്ടത്. അപ്പൊ ഏത് എലിമെന്റിന് വേണമെങ്കിലും ചോദിക്കാം. ഹൈഡ്രജന്റെ ചോദിക്കാം. ഹൈഡ്രജന്റെ എങ്ങനെയാണ് കോൺഫിഗറേഷൻ വരുന്നത്? 1 എന്നല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈഡ്രജൻ എഴുതാ, 1 എന്ന് എഴുതാ, അതിന്റെ ആ ഒരു ഇലക്ട്രോണെ വരച്ച് കാണിക്കുക. ഹീലിയം ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം 2 ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ആ 2 ഇലക്ട്രോണെ വരച്ച് കാണിക്കുക. അങ്ങനെ ഏത് ചോദിച്ചാലും അങ്ങനെയാണ് എഴുതുക. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് റിയാക്ഷൻസ് എഴുതാനുണ്ട് അല്ലേ? ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായി, എന്നാലും നോക്കിക്കോ. ഇപ്പോ സോഡിയവും ക്ലോറൈഡും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം എന്നറിയോ? നമ്മുടെ സോഡിയത്തിന്റെ കേസ് എഴുതണം അല്ലെ? നമ്മൾ പറഞ്ഞു നമ്മുടെ സോഡിയത്തിനകത്ത് നിന്ന് നമ്മൾ ഒരു ഇലക്ട്രോണിനെ കളഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് സോഡിയം പ്ലസ് ആയിട്ട് മാറുന്നത് അല്ലെ? അപ്പൊ നോക്കിക്കോ, സോഡിയം ഗീവ്സ് Na++1 ഇലക്ട്രോൺ അല്ലെ?
അപ്പൊ നമ്മള് സോഡിയത്തിന്റെ നോർമൽ കേസിലുള്ളത് എങ്ങനെയാ വരുന്നത്? സോഡിയം നമുക്കറിയാം അല്ലെ 281 ആണ്, 281. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആടാ വരുന്നത്? വാലൻസ് ഇലക്ട്രോൺസ് എത്ര എണ്ണാടാ? ഒരു ഇലക്ട്രോൺ അല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? സോഡിയം എന്ന് എഴുതും, അതിന്റെ താഴെ 281 എന്ന് എഴുതും, എന്നിട്ട് ആ ഒരു ഇലക്ട്രോണിനെ വരച്ചു കാണിക്കാം. അപ്പൊ സോഡിയത്തിന്റെ കാര്യം എഴുതി കഴിഞ്ഞു. ഇതേപോലെ തന്നെ നിങ്ങൾ ക്ലോറിന്റെ കാര്യം എഴുതണം. ഓക്കെ, അതുപോലെ തന്നെ ക്ലോറിന്റെ കാര്യം എഴുതണം. ക്ലോറിൻ എങ്ങനെയാ വരുന്നത്? ക്ലോറിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 287 ആണ്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം എന്താ ഉണ്ടാവുന്നത്? ക്ലോറിൻ ഇവിടെ കാണിക്കുക, 287 എഴുതുക, 7 വരച്ചു കാണിക്കുക. 1 2 3 4 5 6 7. അപ്പൊ നിങ്ങൾക്ക് ഇത് രണ്ടും വരച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ എഴുതാനാണ്. ഓക്കെ, സോഡിയം ക്ലോറൈഡിന്റെ ഫോർമേഷൻ എഴുതാനാണ്. അതാണ് ഇപ്പൊ താഴെ ഞാൻ വരച്ചു വെച്ചേക്കുന്നത്. നോക്കിക്കോ, കണ്ട നമ്മൾ എന്ത് എഴുതണം? ദേ സോഡിയത്തിന്റെ ഒരൊറ്റ ഇലക്ട്രോൺ ഉള്ള സാധനം അവിടെ കാണിക്കുക, താഴെ അതിന്റെ നമ്പർ എഴുതുക. അതുപോലെ ദേ ഇവിടെ ക്ലോറിന്റെ വരച്ചു വെച്ചത് ദേ ഇവിടെയും വരച്ചു വെക്കുക. എന്നിട്ട് ഈ സോഡിയവും ഈ ക്ലോറൈഡും കൂടെ ഒരുമിച്ച് ബോണ്ട് ചെയ്തിട്ട് ഈ സോഡിയത്തിന് ഈ ക്ലോറിന് ആ ഒരു ഇലക്ട്രോണിനെ സോഡിയം ക്ലോറിന് കൊടുത്തു. ഓക്കെ, അപ്പൊ സോഡിയത്തിന് ഇവിടെ എന്ത് കിട്ടി? പോസിറ്റീവ് ചാർജ് കിട്ടി. ഇവിടെ ഒരെണ്ണത്തിന് മേടിച്ചു അല്ലെ, ഇവിടെ ഇപ്പൊ 7 എണ്ണം എന്നുള്ളത് ഇവിടെ 8 എണ്ണായി അല്ലെ, 8 എണ്ണായി. അപ്പൊ ഇവിടെ എന്തായി? അവിടെ ഒരു മൈനസ് ചാർജ് കിട്ടി. താഴെ കോൺഫിഗറേഷൻ ഇവിടെയും ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ 281 ആണ് അല്ലെ, ഒരെണ്ണത്തിനെ കളഞ്ഞപ്പോ ഇത് 28 ആയി. ഇവിടെ 287 ആയിരുന്നു, ഒരു ഇലക്ട്രോണിനെ മേടിച്ചപ്പോ 288 ആയി. അപ്പൊ ഇങ്ങനെയാണ് ഫോർമേഷൻ ചോദിച്ചു എഴുതേണ്ടത്. ഓക്കെ, ഇതിപ്പോ സോഡിയം ക്ലോറൈഡ് പറഞ്ഞു. ഇനി ഇതേപോലെ മഗ്നീഷ്യം ഓക്സൈഡും ചോദിക്കാം. മഗ്നീഷ്യം ഓക്സൈഡ് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തറിയാം? മഗ്നീഷ്യത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലെ, ഓക്സിജന് 2 എണ്ണം വേണം. അപ്പൊ നമ്മുടെ അടുത്ത സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതും? മഗ്നീഷ്യം എഴുതാം, ഓക്സിജന്റെ കാണിക്കാം, ആ മഗ്നീഷ്യത്തിൽ നിന്ന് 2 എണ്ണം ഇങ്ങോട്ട് പോയിട്ട് MgO ഫോം ചെയ്യുന്നത് വരച്ചു കാണിക്കാം. ഈ സെയിം സെറ്റപ്പ്. കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ തനുഷേ? ഓക്കെ ആണോ? ഓക്കെ, ആ കുഴപ്പമില്ല. ഓക്കെ, വെരി ഗുഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ എല്ലാവരും, തനുഷിനോട് മാത്രമല്ല, നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം, അല്ല പറഞ്ഞതാ. ഇനി MgF2, ഇപ്പൊ മഗ്നീഷ്യം ഓക്സൈഡ് പറഞ്ഞ പോലെ MgF2ന്റെ ഫോർമേഷൻ ചോദിച്ചത് നോക്കിക്കോ, കണ്ട ഞാൻ എഴുതി വെച്ചിട്ടുണ്ട. Mgയുടെ കേസിൽ എങ്ങനെയാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 282. Fന്റെ കേസിൽ എങ്ങനെയാ? 2F. അപ്പൊ Mgയുടെ എങ്ങനെയാ വരാ? Mg വരും, ഔട്ടറിൽ 2 ഇലക്ട്രോൺ വരും. Fന്റെ എങ്ങനെ വരും? 1 2 3 4 5 6 7. ഓക്കെ, ഇങ്ങനെ വരും. അപ്പൊ MgF2 എന്ന് പറയുമ്പോ ആദ്യം തന്നെ F വെറുതെ 2 F ഉണ്ട് അല്ലെ, F2 എന്നല്ലേ വന്നേണേ, അങ്ങനെയല്ലേ വന്നേണേ. അപ്പൊ ഒരു Fന് ഇപ്പുറത്തും വരച്ചു, അത് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിന് ഇപ്പുറത്തും വരച്ചു, നടുക്കതേ MG. അതൊരു ഭംഗിക്ക്. ഓക്കെ, രണ്ടിടത്തിൽ ഒരു സൈഡിൽ വരച്ചു വെച്ചു എന്ന് വെച്ചിട്ട് തെറ്റൊന്നും ഇല്ല, പക്ഷെ ഫോർമേഷനിൽ ശരിക്കും അങ്ങനെയാ വരാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ അതാ നല്ലത്. അപ്പൊ നോക്കിക്കോ, ഇവിടെ F കൊടുത്തു, അപ്പൊ ഇവിടുത്തെ ഒരു ഇലക്ട്രോൺ വേണല്ലേ, അപ്പൊ ഈ 2വിനകത്ത് വരുന്നുണ്ട്, പക്ഷെ ടൈം ലാഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നോക്കി നിങ്ങള് എന്തുണ്ടായെന്ന് നോക്കി. ഇതില്ല, ആദ്യം കാണിച്ചേട്ടാ, വെയിറ്റ് എ മിനിറ്റ് ഗൈസ്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്തുണ്ടായി നോക്കിയേ, ഈ Mgനകത്ത് 2 ഇലക്ട്രോൺ ഉള്ളതിനകത്ത് ഒരെണ്ണത്തിന് EFന് കൊടുത്തു, ഒരെണ്ണത്തെ EFന് കൊടുത്തു. അപ്പൊ ഇവരെന്തായി മാറി? 28 ആയി. ഇവനും 28 ആയി, ഇവനും 28 ആയി. അപ്പൊ എല്ലാവരും സ്റ്റേബിൾ ആയി. അങ്ങനെയാണ് നമ്മൾ MgF2 ഫോം ചെയ്തത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്താണെന്നറിയോ? MgF2നകത്ത് നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ആ കറക്റ്റ് കൊടുക്കേണ്ട ആ സൈൻസ് നിങ്ങൾ കൊടുക്കില്ല. ഈ Mg 2 എണ്ണം കൊടുത്തത് കൊണ്ട് അവന് +2 വരില്ലേടാ, ആ +2 ഇടാൻ മറക്കരുത്. ഇവിടെ ഒരെണ്ണത്തിന് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു മൈനസ് വരില്ലേടാ, ഒരെണ്ണത്തിന് മേടിച്ചുകൊണ്ട്, ഇവിടെ ഒരെണ്ണത്തിന് മേടിച്ചുകൊണ്ട് ഒരു മൈനസ് ഇല്ലേ, അതൊക്കെ നിങ്ങൾ ഇടാൻ മറക്കരുത്. ഓക്കെ, ഇതിനകത്ത് തെറ്റിക്കാൻ ഒന്നുമില്ല, ഇതൊരു സിമ്പിൾ റെപ്രസെന്റേഷനാ. ജസ്റ്റ് ആ സാധനത്തിന്റെ പേര് എഴുതുക, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാണിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ ആ സൈൻസ് ഇടാൻ മറക്കരുത്, ഇത്രയേ ഉള്ളൂ.
ഇനി നമുക്ക് നമ്മുടെ പുതിയ ടോപ്പിക്കിലേക്ക് പോവാം, കോവാലൻ ബോണ്ടിങ്. നമ്മൾ എടുക്കാൻ പോകുന്ന പുതിയ ടോപ്പിക് ആണ് കോവാലൻ ബോണ്ടിങ്. അപ്പൊ കോവാലൻ ബോണ്ടിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദ കമ്പൈനിങ് ആറ്റംസ്. അപ്പൊ ഇവിടെയും അയണിക് ബോണ്ടിൽ രണ്ടുപേര് കമ്പൈൻ ചെയ്തു അല്ലെ. ഇപ്പൊ NaCl എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ NaCl വേണ്ട, ഒരു കാറ്റയോൺ ഒരു ആനയോൺ, രണ്ട് അയോൺസും കൂടെ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് എന്തുണ്ടായത്? അയണിക് ബോണ്ട് ഉണ്ടായത്. പക്ഷെ കോവാലൻ ബോണ്ടിങ്ങിൽ എന്താ ഉണ്ടാവുന്നതെന്ന് അറിയോ? ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല, രണ്ടാൾക്കാരും ഷെയർ ചെയ്യാൻ. എന്തോ ആരാടാ വർത്താനം പറയണേ? SPCയുടെ യൂണിഫോം ഒക്കെ ഇട്ട് വന്നിരിക്കുക വർത്താനം പറഞ്ഞോണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കണ്ട്, സ്കൂളിൽ പോയി പറഞ്ഞു കൊടുക്കണ്ട്. സ്കൂളിൽ നിന്ന് പോയിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ, വെളുപ്പിന് പോയതാ. ഓശോ പാവം ചെക്കൻ. ഭക്ഷണം കഴിച്ച നീ? നാളെ പോണം, മറ്റന്നാൾ പോണം, അറിയാവോ? ഓശോ, ഓണ സെലിബ്രേഷൻ ഇല്ല എന്തോ? ഓണം പരിപാടിയൊക്കെ അവിടെ നടക്കുന്നത്, നമുക്ക് നടക്കത്തില്ല. 8 മണി തൊട്ട് 5 മണി വരെ. എന്താ നിനക്ക് അവിടെ പോയിട്ട് പണി? എന്താ അവിടെ പോയിട്ട് നിനക്ക് പരിപാടി? ക്യാമ്പാണോ? അവിടെ 1 മണിക്കൂർ ഇട്ട് റോഡിലിട്ട് ഓടിപ്പിക്കും, പിന്നെ അത് കഴിഞ്ഞ് യോഗ ചെയ്യിപ്പിക്കും, അത് കഴിഞ്ഞ് നീ ഹെൽത്തി ആവാൻ വേണ്ടിട്ടല്ലേ? ചാട്ടവും, അത് കഴിഞ്ഞ് 2 മണിയൊക്കെ ആവുമ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. 2 മണിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. ആ അനന്തു, ഗ്രേസ് മാർക്ക് ഫുൾ A+ വാങ്ങണ്ടേ? കൊഴപ്പില്ല, 2 റൗണ്ട് ഓടിക്കോ, പ്രശ്നമില്ല. ഇതൊന്നുമല്ല, 5-6 റൗണ്ട് ഓടിക്കും. എടാ ഞാനും പണ്ട് ഓടിയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്കൊരു കോംപ്രമൈസിൽ തീർക്കാം. ഞാനും ഓടിയിട്ടുണ്ട്, നീ ഓടിയിട്ടുണ്ട്. ഞാനൊരു 4-5 റൗണ്ടെങ്കിലും ഓടാറുണ്ട്. ഞാൻ പണ്ട് ഓടുമായിരുന്നു. SPCയിൽ ഓടിയതല്ല, ഓടുമായിരുന്നു 400 മീറ്റർ. ജോഗിങ് അല്ല, അത്ലറ്റിക്സ് അല്ല, അത്ലറ്റിക്സ് ആ സാധനം. ഞാനും പണ്ട് ഓടുമായിരുന്നു. ആ പരിപാടി. എടാ ശരിക്കും ഞാൻ ഓടുമായിരുന്നു. എന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, സർട്ടിഫിക്കറ്റ്. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം പ്രസന്റേഷനിൽ ഇട്ട് പ്രസന്റ് ചെയ്യാം. ഞാനും പണ്ട് ഓടുമായിരുന്നു. എന്തായാലും അന്ന് ഓടിയിട്ട് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഇപ്പൊ ഒരു അപ്രീസിയേഷൻ കിട്ടിയല്ലോ. ഞാനും പണ്ട് ഓടുമായിരുന്നു പട്ടിയടിക്കാൻ വരുമ്പോ. ആർക്കാ ക്യാമറ ഓൺ ചെയ്തോ? ക്യാമറ ഓൺ ചെയ്ത്. എന്താ പറ്റി എന്റെ അഭിനവ് സൈലന്റ് ആയേ? പ്രോപ്പർ ആയിട്ടിരുന്നേ, ഉറക്കം തൂങ്ങിയിരിക്കുക. ഹെഡ് സപ്പോർട്ട് ചെയ്യില്ല. ഇതൊന്നും മനോജ് സാർ കണ്ടല്ല, നീ ഇങ്ങനെ തലിങ്ങനെ തന്നെ പിടിച്ചിരിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നേ? നമ്മുടെ പുതിയ ടോപ്പിക് ആട്ടെ, ഇത് ശ്രദ്ധിച്ചോളൂ. അപ്പൊ നേരത്തെ അയണിക് ബോണ്ടില് ഒരു ഇലക്ട്രോണിനെ കൊടുക്കണു, ഒരാൾ കൊടുക്കുക ഒരാൾ മേടിക്കുക. ഇവിടെ കൊടുക്കലും വാങ്ങലും ഒന്നുമില്ല, രണ്ടുപേരും തമ്മില് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഷെയർ ചെയ്യാണ്. അപ്പൊ അങ്ങനെ ആ ഷെയറിങ് വഴി അവരൊരു ബോണ്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? കോവാലൻ ബോണ്ട്. അപ്പൊ ഈ ബോണ്ടിനെ പറ്റി ചോദിച്ചു നിങ്ങൾ എന്താ എഴുതേണ്ടത്? Here the bond is formed by mutual sharing of electrons. Mutual sharing of electrons. അപ്പൊ അത് മെയിൻ ആയിട്ട് എന്തിനകത്താണ് കാണുന്നത്? നമ്മുടെ നോൺ മെറ്റൽസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത്. നോക്കിക്കോട്ടാ, ഇത് നോക്കിക്കോ, ഇതിനകത്ത് എന്താ ഉണ്ടാവണേന്ന് നോക്കിക്കോ. എല്ലാരും സ്ക്രീനിൽ നോക്ക്, വർത്താനം പറയാൻ പോ. എന്താ ഉണ്ടായേ? പറ ഇപ്പൊ പറ, വർത്താനം പറയാൻ പോയി അതിന്റെ ഇടയിൽ കൂടെ. ഒന്നുകൂടെ കാണിച്ചു തരാം, നോക്കിക്കോ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു, മനസ്സിലായ ആൾ എനിക്ക് പറഞ്ഞു എന്താ ഉണ്ടായത്? അതായത് നമുക്കറിയാം ഫ്ലൂറിന്റെ കേസില് ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ഉള്ളത്. ഈ ഫ്ലൂറിന്റെയിലും 7 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. രണ്ടുപേർക്കും ഒരെണ്ണത്തിന് വീതം ഷെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ അത് 8 ആക്കാൻ പറ്റൂ അല്ലെ. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഇവനും കിട്ടും, ഇവന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ ഇവനും കിട്ടും. ഓക്കെ, അങ്ങനെ ഈ രണ്ടുപേരും തമ്മിൽ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. അതാണ് കോവാലൻ ബോണ്ട്. അപ്പൊ അങ്ങോട്ട് കൊടുത്തിട്ടും ഇല്ല, ഇങ്ങോട്ട് മേടിച്ചിട്ടും ഇല്ല, രണ്ടുപേരും ഷെയർ ചെയ്യാം.
ഓക്കെ, തല്ല് പിടിക്കാണ്ട് നടുക്ക് രണ്ടുപേരും കൂടെ അങ്ങ് ഷെയർ ചെയ്യാം. കുഴപ്പമില്ലേ നീക? കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തുണ്ടായെന്ന് മനസ്സിലായില്ലേ കോവാലന്റ് ബോണ്ടില്? അങ്ങനെ നമുക്ക് മെയിൻ ആയിട്ട് 3 ടൈപ്സ് ഓഫ് കോവാലന്റ് ബോണ്ട് പഠിക്കാനുണ്ട്. സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അത് പേര് പോലെ തന്നെ. സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ ബോണ്ട്, രണ്ടുപേരും തമ്മിൽ ഒരു ബോണ്ട് ഷെയർ ചെയ്യും. ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാലോ രണ്ടുപേരും തമ്മിൽ 2 ബോണ്ട് ഷെയർ ചെയ്യും. ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാലോ 3 ബോണ്ട് ഷെയർ ചെയ്യും. ഓക്കെ, ആ കുഴപ്പമില്ലല്ലോ. ഷെയറിംഗ് ആണ് കേട്ടോ കോവാലന്റ് ബോണ്ടില്. തെറ്റിക്കരുത്. കൊടുത്തുന്ന് വാങ്ങിച്ചു ഒന്നും എഴുതി വെക്കരുത്. മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്, അവിടെ ബോണ്ട് ഫോം ചെയ്യുന്നതാണ് കോവാലന്റ് ബോണ്ട്. തെറ്റിക്കും, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പൊ സിംഗിൾ ബോണ്ട് നോക്കിക്കോ. ഇത് എഴുതുന്നില്ലേ ആരും? എല്ലാരും നോക്കിയിരിക്കണ്ടല്ലോ. അഭിനവ് എഴുതണില്ലേ? എഴുതി 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 എഴുതി. റഫാൻ മാർക്കൊന്നും ചെയ്യണ്ട, എഴുതിക്കോ. കോവാലന്റ് ബോണ്ട് എന്താന്ന് എഴുതി വെച്ചേ. കുഞ്ഞു കുഞ്ഞു ലൈൻസാ. എല്ലാവരും എഴുതിയേ. ഇന്ന് പരീക്ഷ ഉണ്ടായാ? പിന്നെന്താ കുഴപ്പം? എഴുതിയേ. ഫുള്ള് ഉടായിപ്പ കൈവേദന ഉണ്ടെന്ന്. ഏതാ ഏതാ അല്ല ഏത് മാർഷൽ ആർട്സ് ആണെന്ന്? ഏതാന്ന്? ഏതാ ഐറ്റം? ഞാൻ എഴുതത്തില്ലേ? അയ്യോ അയ്യോ, എഴുതടാ ചെറുക്ക, എഴുത്. മാർക്ക് ചെയ്ത് വെക്കി. അടുത്ത ക്ലാസ്സിൽ ഉണ്ടായാ മതി. അടുത്ത ക്ലാസ്സില് ഈ കൺസിഡറേഷൻ ഞാൻ തരുന്നത് ശരിയല്ല, എനിക്കറിയാം. സ്ക്രീൻഷോട്ടാ? നിനക്കെന്ന് എന്താ കുഴപ്പം? നിനക്കൊരു കുഴപ്പമില്ലല്ലോ. എഴുതടാ. വേറൊരു റഫാൻ ഉണ്ടല്ലോടാ, നമ്മുടെ ഹിൽമി റഫാൻ എവിടെ പോയി? അവനെവിടെ പോയി? അവനെ കാണാനില്ലല്ലോ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട്. ആ ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതി കഴിഞ്ഞില്ലേ? എല്ലാവരും മ്യൂട്ട് ചെയ്തോ? ഇനി ഞാൻ ചോദിക്കുമ്പോൾ മ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പറയാൻ പോകുന്നത് നോക്കിക്കോ, സിംഗിൾ ബോണ്ട് ആണ് അല്ലെ? സിംഗിൾ ബോണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ബോണ്ടാണ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നത്. രണ്ടുപേരും ഓരോ ഇലക്ട്രോൺസിന് കൊടുത്തിട്ട് ഒറ്റ ബോണ്ട് ഷെയർ ചെയ്യും. ആറ്റംസ് ഷെയർ 1 ഇലക്ട്രോൺ പെയർ. എഴുതി വെച്ചേ. 1 ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്യും. കുഞ്ഞു കുഞ്ഞു സെന്റൻസുകളാ, എന്തിനെത്ര മടി എഴുതാൻ? ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് കാണുള്ളൂ. ഇന്ന് ലാസ്റ്റ് ക്ലാസ്സാ അല്ലേ? ഇനി ഓണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ? അതെ, ഇനി ഓണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. യെസ് യെസ് യെസ്. വീഡിയോ എടുത്ത് അയക്കില്ലേ നിങ്ങളൊക്കെ? ഡാൻസിന്റെ പാട്ടിന്റെ ഒക്കെ ലൈവാണ്, ലൈവ് സെലിബ്രേഷൻ. നമ്മള് യൂട്യൂബ് ലൈവാ സെലിബ്രേഷൻ. എല്ലാവരും ഉണ്ടോ? നമ്മുടെ 90+ എല്ലാവരും ഉണ്ടോ? ലാസ്റ്റ് ഇയർ അല്ല, അതിന് മുമ്പത്തെ ഇയറിലൊക്കെ ഉണ്ടായ പോലത്തെ സെലിബ്രേഷനാ. കുറച്ചും കൂടെ നല്ല അടിപൊളി പരിപാടിയാണ്. ഓണ സെലിബ്രേഷൻ നമ്മള് ലൈവായിട്ട് വരും. നമ്മളെ കുറിച്ച് പറയാനാണ്, നമ്മളെ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ നമ്മള് വർത്താനൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാ പിള്ളേരെയും ഇവിടെ വിളിച്ചു കൂട്ടാൻ പറ്റില്ലല്ലോ. നമുക്ക് GCC സ്റ്റുഡൻസ് ഒക്കെ ഇല്ലേ, പുറത്തൊക്കെ കുറെ അബ്രോഡ് പിള്ളേരൊക്കെ ഉണ്ട്. എല്ലാരും നമുക്ക് വിളിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. യെസ്, കുറെ പേരുണ്ടാവും കേട്ടോ. നല്ല പരിപാടിയായിരിക്കും ഈ പ്രാവശ്യം. അടിപൊളിയായിരിക്കും. കോവാലന്റ് ബോണ്ട്. നീ ഇപ്പോഴാണ് ഉണർന്നു വരുന്നത് ചെറുക്ക. ഇത്ര നേരം ഇങ്ങനെ ഇരിക്കായിരുന്നു, ഇങ്ങനെ കൈയും കെട്ടി ഇരിക്കായിരുന്നു. എന്റെ തനുഷ് മാത്രം നല്ല കുട്ടിയുള്ളൂ ഇവിടെ. ചെറുക്കൻ മാത്രം നല്ല അടിപൊളിയായിരിക്കും. അഭിനവ്. എന്താ തനുഷേ? ഞാൻ മിസ് ചെയ്യും. എന്തിന്? ഓണം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വരും. മിസ് ചെയ്യാണെങ്കിൽ മാഷ് ഒരു കാര്യം പറയട്ടെ, സാർ ഒരു കാര്യം പറയട്ടെ.
ഇവിടേക്ക് വിളിച്ചാൽ മതി, റെക്കോർഡർ ക്ലാസ് കിട്ടും. അത് അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കോർഡർ ക്ലാസ് അയച്ചോ? ഇല്ല. ഓണം വെക്കേഷൻ എന്റെ പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വന്നാൽ മതി. ഒരാഴ്ച നിങ്ങൾ റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി. എനിക്കും വേണ്ട റെസ്റ്റ്. അടെ ഇവരിങ്ങനെ ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ പഠിക്കൂട്ടോ. നമ്മളിങ്ങനെ വർത്താനം പറയാൻ നമ്മൾ പഠിച്ചിട്ട് പോകും. അപ്പൊ ഓക്കെ, 1 ബോണ്ട് ഷെയർ ചെയ്യാണ്. നോക്കിക്കോ, അതെങ്ങനെയാന്ന് നോക്കിക്കോ എല്ലാവരും. എന്താ ഉണ്ടാവണേ നോക്കിയേ. എന്താ ഇതിനൊരു മടി. നോക്കിയിരുന്നോ അപ്പൊ വരും. വരേണ്ടതാണ്. വന്നു. യെസ്, എന്താണ്ടായത്? ഈ ഫ്ലൂറിൻ അതിന്റെ ഒരു ഇലക്ട്രോണിന് കൊടുത്തു, ഈ ഫ്ലൂറിൻ അതിന്റെ ഒരു ഇലക്ട്രോണിന് കൊടുത്തു. ഇച്ചിരി ലാഗ് ഉണ്ട്. എനിക്ക് മനസ്സിലായി. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. സാർ ഇപ്പൊ ശരിയാക്കി തരും. ഇപ്പൊ കുഴപ്പമില്ല. എന്റെ സൗണ്ടും വീഡിയോയും ആക്ഷനും ഒക്കെ തമ്മിൽ ലാഗ് ഉണ്ടോ? ഇല്ലല്ലോ. അതുണ്ടോ? അത് ഏടത്തീരെ അവിടെ നെറ്റ്വർക്ക് വീക്ക് ആയതുകൊണ്ടാ. ഏടത്തീരെ മുഖം അങ്ങനെ ഞങ്ങക്ക് കാണണേ. ഏയ് കുഴപ്പമില്ല, ഇപ്പൊ സെറ്റപ്പ് ആയിട്ടുണ്ട്. എല്ലാരും സെറ്റപ്പ് ആയിട്ടുണ്ട്. ആ വാ കൊടുക്കുന്ന കിട്ടി കഴിഞ്ഞിട്ടാണ് പിന്നെ അറിയുന്നത്. ഓക്കെ, മതി. അപ്പൊ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ വന്നു, രണ്ടുപേരും കൂടെ ഷെയർ ചെയ്താൽ നടുക്കിയിരുന്നു. അപ്പൊ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. അതെന്ന് പറയുന്നത് സിംഗിൾ ബോണ്ട്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് 3 ബോണ്ടുകളെ പഠിക്കാനുള്ള: സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ സിംഗിൾ ബോണ്ട് പഠിച്ചു കഴിഞ്ഞു. അടുത്തത് അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് ഇനി പഠിക്കണം അല്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫ്ലൂറിൻ മോളിക്യൂളിന്റെ കോവാലൻ ബോണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഫ്ലൂറിൻ മോളിക്യൂളിൽ എങ്ങനെയാ ബോണ്ടിങ് ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വേണം എഴുതാൻ, സ്റ്റെപ്പ് ആയിട്ട്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഫ്ലൂറിനില് ഔട്ടർ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് എഴുതി വെക്കണം. നമുക്കറിയാലേ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആറ്റമിക് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഒരു 20 എലമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഫ്ലൂറിൻ കിട്ടും. അപ്പൊ ഫ്ലൂറിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 7 ഇലക്ട്രോൺസ് ആണുള്ളത്. ഓക്കെ, അതിന് ഒരു ഇലക്ട്രോണും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്താവാൻ പറ്റും? സ്റ്റേബിൾ ആവാൻ പറ്റും. അത് എന്തുകൊണ്ടാ? ഒക്ടറ്റ് ആണ് സ്റ്റേബിൾ എന്ന് പറയുന്നത് അല്ലെ? നമുക്കറിയാം ഒക്ടറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ കോൺഫിഗറേഷൻ. അപ്പൊ ഒരു ഇലക്ട്രോണിനെയും കൂടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്ത് പറ്റും? സ്റ്റേബിൾ ആവാൻ പറ്റും. അപ്പൊ അങ്ങനെ 2 F വന്ന് നിൽക്കുകയാണെങ്കിൽ, സർ 2 F വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ എഫിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണും ഈ എഫിനകത്ത് ഒരു ഇലക്ട്രോണും കൂടെ 2 ആയിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഇലക്ട്രോൺ ഇവര് തമ്മിൽ ബോണ്ട് ഫോം ചെയ്ത് ഈ നടുക്ക് വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ ഷെല്ല് മാത്രം കൺസിഡർ ചെയ്യും. ഒരു മിനിറ്റ് ട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ് ദിപ്പ വരാം. എവിടെ എണീറ്റ് പോകണ്ട കേട്ടോ, അവിടെ തന്നെ ഇരുന്നോ, എവിടെ പോവില്ലേ. വെള്ളം കുടിച്ചോ? കണ്ടോ ഞാൻ ചെയ്യുന്നില്ല ഇപ്പോഴും റെസ്പോൺസ്. ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. റെഡി. ഓക്കെ ഗൈസ്, അപ്പൊ എന്താന്ന് നോക്കിയേ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞൂല്ലേ, ഒരെണ്ണത്തിന് കൊടുത്തു, ഇവിടുന്ന് ഒരെണ്ണത്തിന് കൊടുത്തു, അങ്ങനെ 2 പേരും കൂടെ നടുക്ക് ഒരു ബോണ്ട് ഫോം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഈ ഒരു വട്ടം മാത്രം എടുത്തു നോക്കിയേ, ആദ്യത്തെ ഫ്ലൂറിന്റെ വട്ടം മാത്രം എടുത്തു നോക്കിയേ, അതിനകത്ത് മൊത്തത്തില് എത്ര കുത്തുകളുണ്ട് നോക്കിയേ. ഇനീഗൊക്കെ പോയാ? ഇനീഗ, അഭിനവ്, അമീൻ എവിടെ പോയേ? ഒരു മിനിറ്റ് എന്നല്ലേ പറഞ്ഞേ, അപ്പോഴത്തേക്ക് എന്തിനാ എണീച്ചു പോയേ? അപ്പൊ ഫ്ലൂറിന്റെ ആദ്യത്തെ സർക്കിൾ ഓക്കെ, ഫ്ലൂറിന്റെ ഫസ്റ്റ് സർക്കിൾ നോക്കിയിട്ട് അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കിയേ, എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കിയേ, കൗണ്ട് ചെയ്തിട്ട് പറ. ഏഴാ? നോ, 7. ഒരാളെ 7 എന്ന് പറഞ്ഞപ്പോഴേക്കും വാലുമ പിടിച്ച എല്ലാവരും 7 പറയാ.
മര്യാദക്ക് എണ്ണീറ്റ് പറയടാ ആദ്യത്തെ സർക്കിള്. അതൊക്കെ ഈ സർക്കിൾ പറയുന്നത് ആറാ. എങ്ങനെ അതെങ്ങനെ ലേലം വിളി കഴിഞ്ഞോ? 6, 7, 8 1 തരം 2 തരം 3 തരം. അന്നോ ആ റൗണ്ടിനകത്ത് ഈ ഡോട്ട് ഇട്ട് വെച്ചല്ലേ, ആ ഡോട്ട് ഇട്ട് വെച്ചത് ഇലക്ട്രോൺസാ. ഇനി ആ ഫസ്റ്റ് സർക്കിൾ വിട്ടോ. സോറി ഇത് വേണ്ട, നമുക്ക് വേറെ കളർ കൊണ്ട് ചെയ്യാം. ഇത് നോക്കിയേ, ഇതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നോക്കി. ആ സർക്കിളിനകത്ത് 8 ആണല്ലേ. അപ്പൊ നമ്മള് ഷെയറിങ് വഴി ഇയാൾക്കും 8 കിട്ടി, ഇയാൾക്കും 8 കിട്ടി, രണ്ടുപേരും സ്റ്റേബിൾ ആയി. ഓക്കെ, നമ്മുടെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡബിൾ ബോണ്ട്. എഴുതി വെച്ചോ. എന്താ ഡബിൾ ബോണ്ട്? ഡബിൾ ബോണ്ടിൽ എന്താ ഉണ്ടാവുന്നത്? ആറ്റംസ് ഷെയർ 2 ഇലക്ട്രോൺ പെയർസ്. 2 ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്തിട്ട് ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡബിൾ ബോണ്ട്. എഴുതണ്ടാട്ടാ, ചിരിച്ചിരുന്നു അങ്ങനെ. പറഞ്ഞ ആൾക്ക് മനസ്സിലായി, എനിക്ക് അത്ര മതി. ആ നോക്കിക്കോ, ഇത് നോക്കിക്കോ, എങ്ങനെ ബോണ്ട് ഉണ്ടാവണേ നോക്കിക്കോ. 2 ബോണ്ടിന്റെ ഷെയർ എങ്ങനെയാ വരുന്നേ? എന്തോ നിന്നെ ഞാനുണ്ടല്ലോ, അവർ 2 മിനിറ്റ് കഴിയുമ്പോ വരും എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട്. ചെറുക്ക തനുഷല്ല, അഭിനവ. തനുഷ എഴുതുന്നുണ്ട്. ഓക്കെ, ഇനി എന്താ ഉണ്ടാവണേ നോക്കിയേ. ഡബിൾ ബോണ്ടിൽ എങ്ങനെയാ ബോണ്ട് ഫോം ചെയ്തെന്ന് നോക്കിയേ. എങ്ങനെയാ ബോണ്ട് ഫോർമേഷൻ നടക്കണേ നോക്കിയേ. ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. ഇതിനകത്ത് ഇവിടെ 1, 2, 3, 4, 5, 6 ഇലക്ട്രോൺസ്. ഇവിടെ 1, 2, 3, 4, 5, 6. 8 ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? 2 ഇലക്ട്രോൺസിനെയും കൂടെ കിട്ടണം അല്ലെ. ഇയാൾക്കും 2 ഇലക്ട്രോൺസിനെ വേണം, ഇയാൾക്കും 2 ഇലക്ട്രോൺസിനെ വേണം. അപ്പൊ ഒരു ബോണ്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവോ? ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ, ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ. അപ്പൊ ഷെയർ ചെയ്ത് ശരിയാവോ? ഇല്ല. 2 ഇലക്ട്രോൺസിനെ വീതം ഷെയർ ചെയ്യണം. ഇവന്റെ 2 എണ്ണത്തിനെയും കൊടുക്കണം, ഇവന്റെ 2 എണ്ണത്തിനും കൊടുക്കണം. അപ്പൊ അത് ഇങ്ങനെ വരും. ഒരുമിച്ച് വരുന്നില്ല. ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട്. അതായത് നമ്മള് ഇവിടുന്ന് കൊടുക്കുന്ന ഇൻപുട്ട് അങ്ങോട്ട് തരാൻ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. ടാബിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഹലോ, എന്താടാ? ആ ഇപ്പൊ നോക്കി. എന്തോ എക്സാമിന്റെ ഡെയിലി ടെസ്റ്റ്, കുഞ്ഞ് ടെസ്റ്റ്, 5 ക്വസ്റ്റ്യൻ, വെറും 5 ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. പിന്നെടാ അവൻ ഏതോ വലിയ എക്സാം ഉണ്ടോന്ന് ചോദിക്കണ പോലെയാ. ആ ഒരു കുഞ്ഞ പരീക്ഷ ഇടുന്നതിനാണ് ഇത്ര ഡിമാൻഡ്. എഴുതി നോക്കിക്കോ. ഇപ്പൊ എന്താ ഉണ്ടായി നോക്കിക്കോ. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സാധനം വരും. 1, 2, 3, 4. അപ്പൊ ഈ സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8. ഇനി ഈ സർക്കിൾ കൺസിഡർ ചെയ്ത് ഇവിടെയും 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ രണ്ടുപേരും സ്റ്റേബിൾ. അപ്പൊ നമ്മുടെ സെക്കൻഡ് കേസും കഴിഞ്ഞു. അപ്പൊ അതിനുള്ളൊരു കോമൺ എക്സാമ്പിൾ ആണ് ഓക്സിജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ. ഓക്സിജൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? ആറ്റമിക് നമ്പർ 8 ആണ്. അപ്പൊ 2, 6 ആണ് വരാ. ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 6 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ നോക്കിക്കോ, ഇത് നോക്കണ്ട കേട്ടാ, നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ, നോക്കണ്ട. അതിന് 2 ഇലക്ട്രോൺസിനെ കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവാൻ പറ്റും അല്ലെ. 2 ഇലക്ട്രോൺസിനെ കൂടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവാൻ പറ്റും. അപ്പോ 2 എണ്ണത്തിനെ അവർ ഷെയർ ചെയ്തിട്ട് സ്റ്റേബിൾ ആവാൻ തീരുമാനിച്ചു. അതാണ് ഡബിൾ ബോണ്ട്. ഇനി ട്രിപ്പിൾ ബോണ്ട് നോക്കിക്കോ. ട്രിപ്പിൾ ബോണ്ടിൽ ഇതൊക്കെ എഴുതിയെടുക്കോ നിങ്ങള്. ഇതൊക്കെ ഒന്ന് എഴുതിയെടുക്കോ, കാരണം ഇത് എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും. ഇത് ടെക്സ്റ്റിലുള്ള എക്സസൈസാ. ഇത് എഴുതിയേ. സ്ക്രീൻഷോട്ട് ഒന്നും പറ്റില്ല റഫാൻ, എന്തുറ്റാടാ. ഞാൻ ഒന്നും എഴുതിച്ചില്ലല്ലോ, ആകെ 4 കുഞ്ഞ ലൈനാ ഞാൻ അയച്ചു തരുമോ? റഫാനെ ക്ലാസ്സിൽ പ്രോപ്പറായിട്ട് ഇരുന്നേ. ഇനി അധികം വേഷം കെട്ട് കാണിച്ചാൽ ഞങ്ങൾ എന്തായാലും സീറ്റിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യും, വീട്ടിലേക്ക് വിളിപ്പിക്കും. പ്രോപ്പറായിട്ട് ഇരിക്കും.
മ്യൂട്ട് ഇല്ല കുഴപ്പമില്ല. സീറ്റിന്റെ അടുത്ത് ക്ലാസിന്റെ മൊത്തം നോട്ട് സീറ്റിന് കാണിക്കും. അവൻ എഴുതിയോ അല്ലേ? എഴുതും. ഓക്കെ, അടിപൊളി, എഴുതിയാ മതി. ഓക്കെ, ഇത് എഴുതിയ ഫ്ലൂറിൻ മോളിക്യൂൾ. അപ്പൊ എക്സാമ്പിൾ ചോദിക്കും, ഫ്ലൂറിൻ മോളിക്യൂളിന്റെ ബോണ്ടിന്റെ കാര്യം ചോദിക്കും. അത് എഴുതി വെച്ച് ഇങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് 7 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലുണ്ട്, ഒരു ഇലക്ട്രോണിനെ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റേബിൾ ആവാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചേ. എന്നിട്ട് ഇത് വരച്ച് കാണിക്കട്ടോ. ഒരു ഫ്ലൂറിൻ ആണെങ്കിൽ ഇങ്ങനെ, 2 ഫ്ലൂറിൻ ഇങ്ങനെ വന്നിട്ട് അവർ തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിട്ട് ഇങ്ങനെ തന്നെ വരച്ചു കാണിക്കണം. ഇതിന് എന്തെന്ന് പറയുന്ന അറിയോ? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇത് ഞാൻ മറന്നുപോയി എഴുതിക്കാൻ. ഇത് ടെക്സ്റ്റിലെ എക്സസൈസ് ആയിട്ടുള്ളതാ. ഇതേപോലെ ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് HCl അങ്ങനെയുള്ള മോളിക്യൂൾസ് ഒക്കെ ഫോം ചെയ്യാനുണ്ട്. അതിന്റെയൊക്കെ പഠിക്കാനുണ്ട്. എല്ലാവരും എഴുതുന്നുണ്ടല്ലോ? എഴുതണല്ലേ? എഴുതി വെക്കട്ടോ ഫ്ലൂറിൻ. അപ്പൊ നമ്മുടെ സിംഗിൾ ബോണ്ടിന്റെ കേസ് പഠിച്ചു. അതേപോലെ ഡബിൾ ബോണ്ടിന്റെ ഓക്സിജൻ നമുക്ക് എഴുതാം. വയ്യ, എത്ര മാരത്തൺ ഓടിക്കഴിഞ്ഞിട്ടാ വന്ന് നിക്കണേ. എനിക്ക് എന്റെ പ്ലസ് ടു കാരുടെ മാരത്തൺ ഒക്കെ ഉണ്ടായി എനിക്ക്. ഇന്നലെ കഴിഞ്ഞു. ഇത്ര ദിവസം ഞങ്ങൾക്ക് മാരത്തൺ ഓട്ടല്ലേ, നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കേട്ടാ പോരെ? ആ, അതുകൊണ്ടല്ലേ ഒരാഴ്ച പോണേ. അതുകൊണ്ടാണ് ഒരാഴ്ച നിങ്ങക്ക് ലീവ്. വായക്കൊന്ന് ശരിയാവാൻ. ട്രിപ്പ് അയ്യോ ഇപ്പൊ പോണില്ല. എന്തായാലും 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പോണുള്ളൂ. അതാലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. ഇത് എഴുതി കഴിഞ്ഞാ എല്ലാവരും എഴുതിയാ? റഫാൻ ആരാടാ ശല്യപ്പെടുത്തണ അവിടെ? എന്റെ റഫാനോട് ആരാ അവിടെ ഇരുന്ന് വർത്താനം പറയണേ? അനിയനാണോ? ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞില്ലേ? ഫ്ലൂറിന്റെ കഴിഞ്ഞില്ലേ? നീ ഇത് എഴുതി വെച്ചോ. ഓക്സിജൻ കഴിഞ്ഞില്ലേ? എഴുതിക്കോ. ആകെ നല്ല വൃത്തിക്ക് എഴുതണ ഒരാള് ഇപ്പൊ എന്റെ ക്ലാസ്സിലുള്ളു. അഭിനവ് എഴുതുന്നുണ്ട്. അനന്തോ ഒരു ഇച്ചിരി ഉടായ്പ കാണിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇന്ന് വയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ ക്ഷമിച്ചു. അനന്ത് ക്ലാസ്സിലെ ഫ്ലാഷ് ആണ്. പെട്ടെന്ന് ഇത് വേണോനാ എന്താന്നറിയില്ല. അടുത്ത ക്ലാസ് ആണെങ്കിൽ നമുക്ക് വീണ്ടും ആരുടെ എഴുതി കഴിയാന്ന് നോക്കാം. ആരുടെ ആദ്യം എഴുതി കഴിയാന്ന് നോക്കാം. എന്നാലും നിങ്ങൾ എഴുതുള്ളൂ. തനുഷ എഴുതിക്കോ. തനുഷ ഒരു വേറെ യൂണിവേഴ്സിലാ. കഴിഞ്ഞ ഓക്കെ. ഇനി ഓക്സിജൻ ഇത് എഴുത്. ഇത് വേണ്ട, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെന്നില്ല. എഴുത്. ഓക്കെ, ആറ്റമിക് നമ്പർ 8 ആണ്. കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2,6 ആണ്. 2 ഇലക്ട്രോൺസിനെ കൂടെ കിട്ടിയ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്ത് ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. ഇത് വരയ്ക്കണട്ടാ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. വോയിസ് അൺമ്യൂട്ട് ചെയ്യാൻ ഒരു അനുവാദം കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ. ഞങ്ങള് പക്ഷെ അടിപൊളിയായിട്ട് പഠിക്കും. ഞങ്ങള് വർത്താനം പറഞ്ഞാലും പഠിക്കും അല്ലെ? അത് മതി. മാർക്ക് വരട്ടെ. ഒക്കത്തിന് മാർക്കില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും മറ്റേ ഓരോ മിസൈലില് കയറ്റി വിടും. ഞാൻ മറ്റേ സ്പേസിലേക്ക്. ഞാൻ സൈലന്റ് ആയിരിക്കുന്നത് മാർക്ക് വരട്ടെ എനിക്ക്. പക്ഷെ മാരത്തണിലെ കമന്റ് ബോക്സിൽ ആൻസേഴ്സ് ഇടുന്നുണ്ടായിരുന്നു. എനിക്ക് ആൻസേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സില്. ഞാൻ ശ്രദ്ധിച്ചു. മാരത്തണിലെ ആൻസേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. കുഴപ്പമില്ല, ഞാൻ കണ്ടായിരുന്നു. കഴിഞ്ഞു. ഞാൻ പറഞ്ഞൂല എന്റെ ഇനി
ആധുനിക ഉത്തരങ്ങൾ ഇടുന്നുണ്ടെന്നൊക്കെ 2-3 വട്ടം ഞാൻ പറഞ്ഞു. ഇനിക്ക് കേട്ടില്ല നീ അതാണ്. ഓക്കെ, കഴിഞ്ഞു. ബാക്കി എല്ലാ ക്ലാസ്സിലും ഒന്നും പറയുന്നില്ല. അഭിനവന്റെ കഴിഞ്ഞ ഇല്ല. ഓക്കെ, എഴുതിക്കോ. ഈ ഫ്ലക്സ് അങ്ങനെ അടിച്ചുകൊടുക്കാൻ എനിക്കടെ കമന്റ് കൊണ്ടുവന്നു. ഇല്ല ഇല്ല, എന്റെ പിള്ളേരെല്ലാരും ഓക്കെ. ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ നമ്മുടെ തേർഡ് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് ട്രിപ്പിൾ ബോണ്ട് അല്ലെ. ട്രിപ്പിൾ ബോണ്ടിൽ എന്താ ഉണ്ടാവുന്നത്? സിംഗിൾ ബോണ്ടിൽ 1 ഇലക്ട്രോൺ പെയറിനെ ഷെയർ ചെയ്തു, ഡബിൾ ബോണ്ടിൽ 2 എണ്ണത്തിനെ ഷെയർ ചെയ്തു, ട്രിപ്പിൾ ബോണ്ടിൽ 3 എണ്ണത്തിനെ ഷെയർ ചെയ്തു. എഴുതി വെച്ചോ. 2 atoms share 3 electron pairs. 3 electron pairs. അപ്പൊ 3 എണ്ണത്തിന് ഷെയർ ചെയ്യണമെങ്കിൽ ഒരാറ്റം ഒരെണ്ണത്തിന് കൊടുക്കും, ഇപ്പുറത്തുനിന്ന് ഒരെണ്ണത്തിന് കൊടുക്കും, അങ്ങനെ 3 എണ്ണത്തിന് കൊടുത്ത് 3 എണ്ണത്തിന് കൊടുത്ത് 3 ബോണ്ട് ഫോം ചെയ്യും. ഇവിടുന്ന് ഒരെണ്ണം, ഇവിടുന്ന് ഒരെണ്ണം, ഇവിടുന്ന് ഒരെണ്ണം, ഇവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന്, ഇങ്ങനെ 1 2 3. ഇനി ഇതിനകത്ത് നമ്മൾ എങ്ങനെ ബോണ്ട് റെപ്രസെന്റ് ചെയ്യാന്നറിയോ? ഇപ്പൊ ഫ്ലൂറിന്റെ കേസിൽ നമുക്കറിയാം F2 ആണല്ലേ. അപ്പൊ ഒരു ബോണ്ടിനെ ഒരു വര വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. നോക്കിയേ, F നടുക്കൊരു വര, ഇവിടെ ഒരു F. ഇങ്ങനെയാണ് ഫ്ലൂറിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്സിജനിൽ നമുക്കറിയാം ഡബിൾ ബോണ്ട് ആണല്ലേ. ഇവിടെ സിംഗിൾ ബോണ്ട് ആയിരുന്നു, ഇവിടെ സിംഗിൾ ബോണ്ട് ആയിരുന്നു. ഓക്സിജനിൽ ഡബിൾ ബോണ്ട് ആയിരുന്നു. അപ്പൊ ഓക്സിജനിൽ നമ്മൾ 2 വര വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഒരു O, ഇവിടെ വേറെ O. നോക്കിയേ, 2 വര. ഇനിയിപ്പോ ഇവിടെ വരുമ്പോ 3 വര വരും അല്ലെ, 3 എണ്ണം വരും ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോ. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞില്ലേ? കുഴപ്പമില്ലല്ലോ. യെസ്, ഇത് കഴിഞ്ഞു. നോക്കിക്കോ, ഇതിന്റെ ഫോർമേഷൻ എങ്ങനെയാന്ന് നോക്കിക്കോ. ഇത്ര നേരം പറഞ്ഞത് വെച്ചിട്ട് ഇത്ര മാത്രം പറയാനൊന്നും ഇല്ല, കണ്ടാ നിങ്ങക്ക് മനസ്സിലാവുന്ന എനിക്കറിയാം. ദേ, പിന്നെ ഈ സർക്കിളിലെ കൗണ്ട് ചെയ്ത് നോക്കിക്കോ, എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഇവിടെ തന്നെ 6 എണ്ണം ഉണ്ട് അല്ലെ, ഈ നടുക്ക് തന്നെ 6 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പൊ മൊത്തം 6 + 2 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഒരു 6 ഇലക്ട്രോൺസ് ഉണ്ട്, ഇവിടെ ഒരു 2 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 2 എണ്ണം കൂടെ ആഡ് ചെയ്ത ഈ സർക്കിളിലും മൊത്തത്തിൽ നമുക്ക് 8 ഇലക്ട്രോൺസ്. അങ്ങനെ രണ്ടുപേരും സ്റ്റേബിൾ ആയി ട്രിപ്പിൾ ബോണ്ടിൽ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ അതും കഴിഞ്ഞു. എഴുതി വെച്ചോ. അപ്പൊ കോമൺ ആയിട്ട് ട്രിപ്പിൾ ബോണ്ടിനുള്ള എക്സാമ്പിൾ ഏതാണ്? നൈട്രജൻ മോളിക്യൂളിന്റെ ഫോർമേഷൻ. ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണ്ട. നൈട്രജൻ മോളിക്യൂൾ. നൈട്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് എന്താ ഉള്ളത്? 2 N ആറ്റം വരാണ്. ആ 2 N ആറ്റം തമ്മിൽ 3 ബോണ്ട് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തേക്കുന്നത്. എഴുതി വെച്ചോ. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര ഇലക്ട്രോൺസും കൂടെ വേണം? 7 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇനിയിപ്പോ നിങ്ങൾക്ക് തോന്നും 7 എന്തിനാ 3 എണ്ണം കിട്ടണേന്ന്. ഇതൊക്കെ കുറച്ചു നേരം കഴിയുമ്പോൾ എന്നോട് ചോദിക്കും. ഇന്ന് കുഴപ്പമില്ല എന്ന് പറയും. അടുത്ത ക്ലാസ്സിൽ ചോദിക്കും 7ന്റെ കൂടെ 3 കൂട്ടിയാ 10 അല്ലേ, അപ്പൊ എന്തിനാ എങ്ങനെ കംപ്ലീറ്റ് ആവാന്ന്. 7 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കോൺഫിഗറേഷൻ എഴുതാ? 2 5 എന്നല്ലേ എഴുതാ. 5ന്റെ കൂടെ 3 കിട്ടുമ്പോഴാണ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അതുകൊണ്ടാണ്. എഴുതി വെച്ചോ. N ട്രിപ്പിൾ ബോണ്ട് N എന്നാണ് റെപ്രസെന്റേഷൻ വരാ. ഇവിടെ Nല് നമുക്ക് ഔട്ടർ ഷെല്ലില് 5 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. 1 2 3 4 5. ഇപ്പുറത്തും 1 2 3 4 5. പിന്നെ ഇതിനകത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്കറിയാം ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ സൈഡില്, ഈ ബോണ്ട് ഫോം ചെയ്യുന്ന സൈഡിൽ 3 എണ്ണം വരയ്ക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടാ. ചിലപ്പോ നിങ്ങൾക്ക് തോന്നും ദേ ഇവിടെ എന്താ 2, ഇവിടെ 3, ഇവിടെ 2 വരച്ചിട്ട് ദേ ഇതിങ്ങനെ എഴുതിയാലോന്ന്. അപ്പൊ നിങ്ങൾക്ക് ബോണ്ട് കാണിക്കാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, ഇവിടെ 3 വന്നാലല്ലേടാ നമുക്ക് ഇങ്ങനെ വട്ടം വരച്ച് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ബോണ്ട് വരയ്ക്കാൻ ഈസി ആയിട്ടുള്ള രീതിയിൽ പടം വരച്ചോളൂ വരയ്ക്കുമ്പോ. ഇലക്ട്രോൺ ഡയഗ്രാം. നീ എക്സാമിന് ചിലപ്പോ ചോദിക്കാ ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഫോർ ദ കോവാലന്റ് ബോണ്ട് ബിറ്റ്വീൻ നൈട്രജൻ മോളിക്യൂൾ എന്ന് ചോദിക്കാം. അപ്പൊ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, യെസ്.
കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു എന്ന് പറഞ്ഞോട്ടാ. കഴിഞ്ഞു. കഴിയാത്ത ആരെങ്കിലും ഉണ്ടാ? യെസ്, അതെന്താ പരിപാടി? നീക യെസ്, തനുഷിന്റെ കഴിഞ്ഞു. എന്താ കാണിക്കണ്ടേ? പറയ്. ഡബിൾ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്തതാണ് ഇങ്ങനെ. ഇതാണോ? കാണിച്ചുതരാം. അപ്പോ ബോണ്ട് എങ്ങനെ, ബോണ്ട് റെപ്രസെന്റേഷൻ ഇതിങ്ങനെ ചോദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വരയ്ക്കുമ്പോ നിങ്ങൾ തെറ്റ് വരച്ച് വെക്കരുത്. ബോണ്ട് റെപ്രസെന്റേഷൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ടിന്റെ കേസിലാണെങ്കിൽ എക്സാമ്പിൾ വരാം. ഏതാ? F2 മോളിക്യൂൾ ആണ്. ഇപ്പൊ F2 മോളിക്യൂളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക F സിംഗിൾ ബോണ്ട് F. ഇനി സെക്കൻഡ് കേസില് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? ഓക്സിജൻ. O 2 ബോണ്ട് O. മൂന്നാമത്തെ ട്രിപ്പിൾ ബോണ്ട്. അവിടെ മുഴുവൻ പൊടി മയമായല്ലോ. എന്തൊക്കെയോ ഒപ്പിച്ചു കൂട്ടുന്നുണ്ട് അവിടെ. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്തിട്ട് നിർത്താം. ഹൈഡ്രജൻ മോളിക്യൂൾ. ഇത് എഴുതി കഴിഞ്ഞ് എന്നോട് പറയട്ടോ. എഴുതി കഴിയുമ്പോ ഒന്ന് പറയും. നമുക്ക് അതിനുശേഷം ഹൈഡ്രജൻ മോളിക്യൂൾ ചെയ്തിട്ട് എക്സാം എഴുതിയിട്ട് പിരിയാം. കഴിഞ്ഞു. തനുഷിന്റെ കഴിഞ്ഞു. തനുഷ് കഴിഞ്ഞെങ്കിൽ തംസപ്പ് കാണിക്കോ? നീ അടുത്ത ക്ലാസ്സിൽ തുടങ്ങി എഴുതിയില്ലെങ്കിൽ ഉണ്ടല്ലോ പെണ്ണെ. നീ എഴുതാറുള്ളത് കൊണ്ട് മാത്രം തന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് എഴുതി കഴിഞ്ഞ തനുഷ്? Subukan